നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യുദ്ധം മടുത്തോ? എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പല മാധ്യമങ്ങളും ട്രംപിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപിന് യുദ്ധം മടുത്തു എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് വേണമെങ്കിൽ തുറന്നാൽ മതി, അത് തുറക്കുന്നതിന് വേണ്ടി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപിന് താല്പര്യമില്ല. ഏപ്രിൽ 6-നകം ഒരു ധാരണയുണ്ടാകണം, ഒരു കരാറിലെത്തണം. ട്രംപിന്റെ മനസ്സിലിരിപ്പ് അതാണ്. അതുകൊണ്ട് അതിനകം യുദ്ധം അവസാനിപ്പിക്കുക, ഈ ഒരു സമയപരിധിക്കുള്ളിൽ പരമാവധി ഇറാന്റെ നാവിക ശേഷി അതുപോലെ തന്നെ സൈനിക ശേഷിയൊക്കെ ദുർബലപ്പെടുത്തുക, അതൊക്കെ പരമാവധി അതിന്റെ ശേഷിയൊക്കെ കുറക്കുക, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക. അതിനുശേഷം ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുക. ഹോർമുസ് കടലിടുക്ക് ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഗൾഫ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ നാറ്റോ സഖ്യകക്ഷികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തി ഹോർമുസ് കടലിടുക്ക് തുറക്കുക, നയതന്ത്ര ഇടപെടൽ നടത്തുക. ഇതൊക്കെയാണ് ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട വിവരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചില വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുമ്പോഴും ഇവിടെ ട്രംപ് സ്വന്തം പിതാവിനെ പറയിപ്പിക്കും വിധത്തിലുള്ള ചില നീക്കങ്ങൾ ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്യായമായ ആക്രമണം ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2000 ടൺ തൂക്കം വരുന്ന അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇസ്ഫഹാനിൽ ഇപ്പോൾ ട്രംപ് വർഷിച്ചിരിക്കുകയാണ്, അമേരിക്ക വർഷിച്ചിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്രംപ് തന്നെ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറുവശത്തുകൂടെ സ്വന്തം പിതാവിനെ പറയിപ്പിക്കുന്നതിനു വേണ്ടി ട്രംപ് ഇറാനെതിരെ അന്യായമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും എങ്ങനെ ട്രംപ് അടിച്ചാലും, എങ്ങനെയൊക്കെ മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇറാനെതിരെ വർഷിച്ചാലും ഇറാൻ പിടിച്ചു നിൽക്കുകയാണ്. കൂടുതൽ ആളുകൾ, പൗരന്മാർ ഇറാന്റെ സൈന്യത്തിൽ ചേരാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തു വരുന്ന വാർത്തകളാണ് മറുഭാഗത്തു നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. ഇസ്രായേലിലെ മതപുരോഹിതന്മാർ, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, മതവിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ സൈന്യത്തിൽ ചേരുന്നതിന് വേണ്ടിയുള്ള അവരുടെ ബുദ്ധിമുട്ട് സർക്കാരിനെ രേഖാമൂലം അറിയിക്കുന്നു. അതുപോലെ തന്നെ സൈന്യത്തിൽ നിർബന്ധിത സൈനിക സേവനം അവരോട് ആവശ്യപ്പെടുമ്പോൾ അവർ തെരുവിൽ ഇറങ്ങുന്ന കാഴ്ചയും നമ്മളൊക്കെ കണ്ടതാണ്. അത്തരത്തിലുള്ള ചില കാഴ്ചകൾ ഇസ്രായേലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭരണകൂടത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും രാജ്യദ്രോഹി എന്ന പേര് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. രാജ്യസ്നേഹം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് എത്ര വലിയ ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുമ്പോഴും ഇവിടെ ഭരണകൂടത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച, സൈന്യത്തിൽ ചേരാൻ സന്നദ്ധത അറിയിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നു. എന്നാലും ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്ക ഇസ്ഫഹാനിൽ ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണങ്ങൾ ഇവിടെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അമേരിക്കൻ ബേസിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കക്കുണ്ടായി എന്ന വാർത്ത പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ദുബൈ തീരത്തോട് ചേർന്ന് കുവൈത്തിന്റെ ഒരു എണ്ണ ടാങ്കർ അത് കത്തിച്ചു കളഞ്ഞിരിക്കുന്നു ഇറാൻ. അത്ര വലിയ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായിരിക്കുന്നു. അതായത് ഇസ്രായേൽ സൈന്യം ലെബനോനിലെ അതിർത്തി പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തിയപ്പോൾ പതിയിരുന്ന് ഇവിടെ ഹിസ്ബുള്ളയുടെ പോരാളികൾ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 ഇസ്രായേലി സൈനികർക്ക് ഇവിടെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. 6000-ത്തിലധികം ഇസ്രായേലികൾ ഇതിനോടകം ചികിത്സ തേടി ആശുപത്രികളിൽ എത്തി. ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പോഴും ഇസ്രായേലിനകത്തു നിന്നും എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇവിടെ ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ഇവിടെ ഇറാനെതിരെ ഉണ്ടാകുമ്പോൾ ഇറാൻ ഭയപ്പെടാതെ ശക്തമായി തിരിച്ചടിക്കുകയാണ്, ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേലികളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്തത് ഇസ്രായേലിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇറാനിലെ
സർവകലാശാലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ സൈനികർ ഗൾഫ് മേഖലകളിലുള്ള വിവിധ ഹോട്ടലുകളിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഹോട്ടലുകൾ ഇനി ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും, അത്തരത്തിലുള്ള ഹോട്ടലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുകൂടെ ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘർഷത്തിൽ അയവ് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇസ്ലാമാബാദ് വഴി അമേരിക്കയുടെ അപേക്ഷ കിട്ടിബോധിച്ചു എന്ന് കഴിഞ്ഞ സമയങ്ങളിൽ ഇറാൻ പറഞ്ഞിരുന്നു. 15ഓളം നിർദ്ദേശങ്ങൾ അമേരിക്ക യുദ്ധം നിർത്തുന്നതിനു വേണ്ടി 15ഓളം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഡ്രോണുകളും മിസൈലുകളും ഒന്നും ഉണ്ടാക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം അതിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇനിയും നിങ്ങൾ ഉണ്ടാക്കരുത്. കാരണം അതൊക്കെ ഉണ്ടാക്കിയാൽ ഗൾഫ് മേഖലകളിലുള്ള ഞങ്ങളുടെ ബേസുകളൊക്കെ അപകടത്തിലാകും, അതുപോലെ തന്നെ ഇസ്രായേലികൾ അപകടത്തിലാകും. നിങ്ങൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അമേരിക്ക പാകിസ്ഥാൻ വഴി ഇറാന് കൈമാറി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇവിടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയുടെ മറവിൽ ആക്രമിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിയും വിധം ഏറ്റവും ശക്തമായ രീതിയിൽ തന്നെ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കൂ. എന്തായാലും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ട്രംപിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇതിനോടകം വൈറലായിട്ടുണ്ട്. അതായത് നേർക്കുനേർ വരൂ എന്ന് പറഞ്ഞ് ഇറാൻ വെല്ലുവിളിക്കുകയാണ്. ചർച്ച ആദ്യം യുദ്ധം തുടങ്ങിയവർ ആദ്യമായി യുദ്ധം അവസാനിപ്പിക്കട്ടെ, അതിനുശേഷം ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമേരിക്ക അതിശക്തമായ 2000 ടൺ തൂക്കമുള്ള ബോംബുകളൊക്കെ വർഷിച്ചു എന്ന് പറഞ്ഞാൽ എത്ര വലിയ മാരകമായിട്ടുള്ള ആക്രമണമാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അത്തരത്തിലുള്ള ബോംബുകൾക്ക് മുന്നിൽ പോലും ഇറാന് പുറകിൽ നിൽക്കുന്ന അജ്ഞാത ശക്തി എന്ന് ട്രംപ് തന്നെ പറഞ്ഞ അജ്ഞാത ശക്തി ഇറാനെ താങ്ങി നിർത്തുകയാണ്. ഇറാൻ ആത്മവിശ്വാസം പകരുകയാണ്. ആ അജ്ഞാത ശക്തി ഇറാന് ശക്തി പകരുകയാണ്. ഈ ശക്തിക്ക് മുന്നിൽ അമേരിക്കയാണ് പകച്ചു നിൽക്കുന്നത്, ഇസ്രായേലാണ് പകച്ചു നിൽക്കുന്നത്. യുദ്ധം എവിടെ വെച്ച് അവസാനിപ്പിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ച് നെട്ടോട്ടം ഓടുകയാണ്. എണ്ണയുടെ പ്രതിസന്ധി, അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അമേരിക്കയെ വലിയ രീതിയിൽ തന്നെ അലട്ടുന്നുണ്ട്. എന്തായാലും ഇറാൻ ശക്തമായി പിടിച്ചു നിൽക്കുന്നു, ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നത്.